ഗേറ്റ് കടന്ന വലിയ ഇരുനില വീടിന്റെ മുന്നിൽ ഫിലിക്സിന്റെ ബുള്ളറ്റ് ഒരു ശബ്ദത്തോടെ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങി വീടിനുള്ളിലേക്ക് വേഗത്തിൽ നടന്നു. മുഖത്ത് കലിപ്പു ഭാവം. ഹാളിൽ മധ്യവയസ്കനായ ഒരാൾ ഇരുന്ന് കോഫി കുടിക്കുന്നതിനിടയിൽ അവനെ കണ്ടതും "ഡാ ഫിലിക്സേ!" സ്റ്റെപ്പ് ഓടിക്കയറുന്ന ഫിലിക്സ് അത് കേട്ട് തിരിഞ്ഞു നോക്കി. "എന്ത് പോക്കാടാ ഇത്? നീ ഞാൻ ഇരിക്കുന്നതൊന്നും കണ്ടില്ലേ? ടൈമില്ല അച്ഛാ. അവനെവിടെ?" അവൻ മുകളിൽ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അപ്പോഴേക്കും അവൻ മുകളിലേക്ക് വേഗത്തിൽ ഓടിക്കേറിയത് കണ്ട് അയാൾ അന്തം വിട്ടു. ഒരു നിമിഷം നോക്കി, പിന്നെ തന്റെ പ്രവൃത്തി തുടർന്നു. മുകളിലെത്തിയ ഫിലിക്സ് ആദ്യം കണ്ട റൂമിലേക്ക് കയറിയതും മൂടിപ്പോച്ച് കിടക്കുന്ന അഖിലിനെ കണ്ട് വാതിലടിച്ച് ലോക്ക് ചെയ്ത് പല്ല് കടിച്ച് അവനെ നോക്കി. കാല് വെച്ച് ഒരു ചവിട്ട് കൊടുത്തതും അവൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് താഴേക്ക് വീണതും ഫിലിക്സ് അവനെ പിടിച്ച് ചുവലിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ അവനെ നോക്കി. പെട്ടെന്ന് എന്താ സംഭവിച്ചേ അവൻ അറിയുമായിരുന്നില്ല. ഉറക്കത്തിൽ നിന്നുണർന്ന അഖിൽ കലിപ്പിൽ നിൽക്കുന്ന ഫിലിക്സിനെ കണ്ടതും ഞെട്ടി അമ്പരന്ന് പോയി. "നിന്നോട് ഞാൻ അവളും മറ്റൊരാൾ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ചെയ്യാനല്ലേ പറഞ്ഞത്? കെട്ടിപ്പിടിക്കുന്നതും കിസ് ചെയ്തതും ഒക്കെ ചേർക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞേ?" ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന അവനെ കണ്ട് അഖിൽ പേടിയോടെ, "അത് മച്ചോ അല്ലേ പറഞ്ഞേ? റിയലായിട്ട് തോന്നണമെന്ന്. അപ്പൊ കുറച്ചടുത്ത് നിന്നോട്ടെന്ന് കരുതി ചെയ്തതാ. എന്താടാ?" ഒറ്റയടിയായിരുന്നു ഫിലിക്സ്. "ഇനി മേലിൽ എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്." കത്തുന്ന കണ്ണാലെ അവനെ നോക്കി പറഞ്ഞവൻ ബാൽക്കണിയിലേക്ക് പോയതും അഖിൽ കവൾ പിടിച്ച് തിരിച്ചും മറിച്ചു നോക്കി. ഭാഗ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സ്വയം പറഞ്ഞവൻ അവന്റെ അടുത്തേക്ക് പോയതും ഫിലിക്സ് ദൂരേക്ക് കണ്ണുകൾ പഴിച്ച് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ഫിലിക്സ് ഇടയ്ക്കൊക്കെ വലിക്കും, ഹൈ ടെൻഷൻ കൂടിയാൽ മാത്രം. "ഡാ, എന്താ നിന്റെ മനസ്സിൽ? നിന്റെ മേലെ കൈവച്ച അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? എന്താ നിന്റെ പ്ലാൻ?" അഖിൽ ഫിലിക്സിനെ നോക്കി ചോദിച്ചതും അവന്റെ കണ്ണുകൾ ദൂരേക്കായിരുന്നു. "അവളെ കൈകാര്യം ചെയ്യാൻ ഇനി നിങ്ങളാരും വേണ്ട. ഇത് ഞാനും അവളും തമ്മിലുള്ളതാ. അവളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം." അവന്റെ ചുണ്ടിൽ കൗശലം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. നിർജീവ മനസ്സോടെ കടയിൽ നിന്നിറങ്ങി വൈശു വീട്ടിലേക്ക് മടങ്ങി. അവളുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവളുടെ ജോലി വരെ തട്ടിത്തെറിപ്പിക്കുമെന്ന് വൈശു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാനേജർ സാർ അത് പറയുമ്പോൾ തിരിച്ചൊരു മറുപടി നൽകാതെ അവൾ നിർവികാരമായി അവിടെ നിന്ന് ബാഗ് എടുത്ത് വരികയായിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പോക്ക് മറ്റെല്ലാ സ്റ്റാഫിനും വലിയൊരു ഷോക്കായിരുന്നു. അവർ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചപ്പോഴും ഉള്ളിലുള്ള സങ്കടം മറച്ചു വെച്ച് അവർക്ക് മറുപടി നൽകിയപ്പോഴേക്കും ദേവിക ചേച്ചി അടക്കം എല്ലാവരും അവളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പുണർന്നിരുന്നു. അവളെ യാത്രയാക്കിയപ്പോഴും കരയാതെ അവൾ പിടിച്ചു നിന്നിരുന്നു. വന്ന ഒരാഴ്ച ആയിട്ടുണ്ടെങ്കിലും ആ ദിവസം കൊണ്ട് തന്നെ അവൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു പോക്ക് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരു സ്റ്റാഫ് എന്നതിലുപരി അവളുടെ സൗമ്യമായ സംസാര ചിരിയും അവളേറെ പ്രിയപ്പെട്ടവളാക്കി മാറ്റിയിരുന്നു അവർക്ക്. അതിനേക്കാളേറെ ഒരനിയത്തിയുടെ സ്ഥാനവും വൈശുവിനും തികച്ചും അങ്ങനെ തന്നെയായിരുന്നു. കടയിൽ നിന്നിറങ്ങി അവൾ ഒരു ഓട്ടോയിൽ കയറിയിരുന്നു. ഒരു തരം മരവിപ്പായിരുന്നു മനസ്സ് മുഴുവൻ. ഓട്ടോ ഡ്രൈവർ വിളിച്ചത് സ്വബോധത്തിലേക്ക് വന്നവൾ ക്യാഷ് കൊടുത്ത് വീട്ടിലേക്ക് കയറി. അമ്മയോടും അപ്പുവിനോടും എന്ത് പറയണമെന്ന് ആദ്യമായിരുന്നു അവളുടെ ഉള്ളിൽ. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടതും അമ്മ അവിടെയാണെന്ന് മനസ്സിലാക്കിയ അവൾ തന്റെ മുറിയിലേക്ക് പോയി ബാഗ് ചെറിയൊരു മേശയ്ക്ക് മുകളിലായി വെച്ചു. ആ കുഞ്ഞി കട്ടിയിലേക്ക് വീണതും അത്രയും നേരം പിടിച്ചു വെച്ച സങ്കടം മുഴുവൻ കണ്ണീരായി ഒഴുകിയിറങ്ങിയിരുന്നു. ഇന്ന് നടന്ന ഓരോന്നും മനസ്സിലേക്ക് വന്നവൾ വിങ്ങിപ്പൊട്ടി കരയവേ ഒടുക്കം MD എന്നവന്റെ മുഖവും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും അവനോട് വല്ലാത്ത ദേഷ്യം വെറുപ്പം തോന്നി അവൾക്ക്. തന്നെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതവൻ തനിക്ക് മനഃപൂർവ്വം തന്ന പണിയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. "എന്നെ ഇനി പരീക്ഷിച്ച് മതിയായില്ലേ കൃഷ്ണ?" ദേഷ്യവും സങ്കടം ഉള്ളിൽ കുമിഞ്ഞുകൂടി കണ്ണുകൾ നിറഞ്ഞു വന്നതും ഇനി ഒരിക്കലും അവനെ കാണാൻ ഇടവരുത്തരുതേ എന്ന് ഒരു വേള ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചതും "ഹാ, ചേച്ചി ഇത്ര പെട്ടെന്ന് വന്നോ? ദേ അമ്മേ, ചേച്ചി വന്നു കേട്ടോ." പെട്ടെന്ന് അപ്പോ അത് വിളിച്ചു പറഞ്ഞ് അകത്തേക്ക് കയറിയതറിഞ്ഞതും വൈശു ഒരു ഞെട്ടലോടെ കണ്ണുകൾ അമർത്തി തുടച്ച് ചുണ്ടിൽ കൃത്രിമ ചിരി വിരിച്ചെഴുന്നേറ്റു. അടുത്തെത്തിയ അപ്പു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. "എന്താ ചേച്ചി, സുഖമില്ലേ? മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ?" അത് കേട്ടത് വൈശു ഒന്ന് പതറി. അവളിൽ എന്തെങ്കിലും മാറ്റം കണ്ടാൽ അത് ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പുവാണെന്ന് ഓർത്തതും പതർച്ച മുഖത്ത് കാണിക്കാതെ അവൾ ടെൻഷനോടെ നോക്കുന്ന അവളെ നോക്കി. "ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. പിന്നെ ഇന്ന് നിന്റെ പിറന്നാളല്ലേ, ഇങ്ങി പോന്നു." "അമ്മ എന്തിയേ?" "ഞാൻ ഇവിടെ ഉണ്ട് മോളെ." കൈ തുടച്ചകത്തേക്ക് കയറിക്കൊണ്ട് അമ്മ വൈശുവിന്റെ അടുത്തേക്ക് ചെന്നു. "എന്താ കുട്ടി ഇന്ന് നേരത്തെ?" "ചേച്ചിക്ക് തലവേദനയാണ് അമ്മേ," അപ്പു പറഞ്ഞു. "ആണോ? ഓരോന്ന് ആലോചിച്ചിട്ടാ. എന്തിനാ മോളെ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി ഓരോന്ന് വരുത്തണേ? പനിക്കോളുണ്ടോ എന്നിട്ട്?" അമ്മ അവളുടെ നെറ്റിയിൽ കൈവച്ച് ആദ്യോട് ചോദിച്ചതും വൈശു അമ്മയുടെ കയ്യിൽ പിടിച്ച് താഴ്ത്തി. "പനിയൊന്നുമില്ലമ്മേ, ഇതൊന്ന് കിടന്നാ മാറും. ഇന്ന് നല്ല തിരക്കായിരുന്നു, അതാവും." വൈശു അമ്മയോടായി പറഞ്ഞ് തല താഴ്ത്തിയതും
എന്നാ മോള് കിടന്നോ, അമ്മ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. വാ അപ്പു, ചേച്ചി കിടന്നോ, ഉറങ്ങി എഴുന്നേക്കുമ്പോൾ എല്ലാം ശരിയാകും. വൈഷ്ണുനോടായി പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയതും അവർ പോകുന്നത് നോക്കി 1-2 നിമിഷത്തോളം അങ്ങനെ നിന്ന ശേഷം കിടക്കയിലേക്ക് വീണു. കണ്ണെന്നർ കവിളിനെ നനയിച്ചിറങ്ങവേ ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു അവളുടെ മുന്നിൽ. ശേഖരമാമയുടെ മുഖം കൂടെ കൂടെ മനസ്സിലേക്ക് വന്നതും സങ്കടം തികട്ടി വന്ന് കണ്ണെന്നർ ധാരയെ ഒഴുകി. അയാളുടെ കടം വീട്ടാൻ ഈ ജോലി മാത്രമായിരുന്നു അവൾ മുന്നിൽ കണ്ടത്. ഇനി എങ്ങനെ താൻ ഒരു വഴി തനിക്ക് കാണിച്ചു തരണേ കൃഷ്ണ. ഒരു വേള കൃഷ്ണനോടായി ഉരുവിട്ടവൾ കണ്ണിന് താഴെ കൊഴുക്കി വിട്ടു. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. ചേച്ചി എഴുന്നേറ്റേ, അപ്പുവിന്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത്. കരഞ്ഞു വീർത്ത് കെട്ടിയ കൺപോളകൾ വലിച്ചു തുറന്ന് അപ്പുവിനെ നോക്കി അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. ഇപ്പൊ കുറവുണ്ടോ ചേച്ചി? ഇല്ലെങ്കിൽ ദേ ഈ മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളും. കയ്യിലുള്ള ഗുളികയും വെള്ളവും നിറച്ച ഗ്ലാസും അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ച് അപ്പു പറഞ്ഞതും വൈഷു അത് വാങ്ങി കുടിച്ചു. ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിയതും അപ്പു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ചേച്ചി കരഞ്ഞോ? പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം. വൈഷു ഒന്ന് ഞെട്ടി. പക്ഷേ അതവൾ തന്ത്രപൂർവ്വം മറച്ചു വെച്ച് എഴുന്നേറ്റു. ഞാൻ കരയോ? എന്തിന്? നിനക്ക് വെറുതെ തോന്നിയതാവും. സംസാരിക്കാൻ എനിക്ക് തീരെ വയ്യ അപ്പു, ഞാനൊന്ന് കുളിക്കട്ടെ. ഉടുത്തു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് വൈഷു ബാത്റൂമിലേക്ക് കയറി പോകുന്നത് അപ്പോ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വൈഷു അത് മനസ്സിലാക്കിയിരുന്നെങ്കിലും അവൾ തിരിഞ്ഞ് അവളെ നോക്കാൻ നിൽക്കാതെ ബാത്റൂമിൽ കയറിയിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും എന്തൊക്കെയോ പെരക്കി തിന്നതേ ഉള്ളൂ വൈഷു. എപ്പോഴും വാതോരാതെ സംസാരിച്ചും അടികൂടിയും ഇന്നലെ വരെ കഴിച്ചിരുന്ന അവിടം ഇന്ന് നേരെ തിരിച്ച്. അപ്പോ അമ്മയും പറയുന്നത് മോള് കേട്ടിരിക്കുകയായിരുന്നു വൈഷു. അവസാന കഴിപ്പ് മതിയൊക്കെ എഴുന്നേറ്റ് പോയതും അമ്മ മതിയോ മോളെ എന്ന് ചോദിക്കുന്നതിന് മതിയമ്മ എന്ന ഒറ്റ വാക്കിൽ മറുപടി കൊടുത്ത് റൂമിലേക്ക് പോയതും അപ്പു അവളിലെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്. കഴിക്കുന്നതിനിടയിൽ മനസ്സിൽ ഉരുവിട്ടവൾ വേഗം കഴിച്ച് അമ്മയോട് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. റൂമിൽ വൈഷു ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണ്. നാളെ അപ്പുവിനോടും അമ്മയോടും എന്ത് പറയുമെന്ന് ചിന്തിക്കുമായിരുന്നു അവൾ. ജോലി പോയ കാര്യം ആരോടും പറയാൻ അവളുടെ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. കാരണം ആ ജോലിയായിരുന്നു ഏക ആശ്വാസം. അതിന് ഇല്ലെന്നറിയുമ്പോൾ അമ്മ ഒരുപാട് വേദനിപ്പിക്കും. എല്ലാം സാവധാനം പറയാമെന്ന് അവൾ ഒരു ഊഹത്തിലെത്തിയിരുന്നു. അപ്പു അകത്തേക്ക് കയറിയത് ബെഡിന്റെ ഓരത്ത് ചരിഞ്ഞ് എന്തോ ചിന്തിച്ചു കിടക്കുന്ന വൈഷുവിനെ കണ്ടവൾ അവൾക്കടുത്തേക്ക് പോയി വൈഷുവിനെ പിന്നിലോട് ചേർത്ത് പിടിച്ചു. ചേച്ചി എന്തിനാ എന്നോട് മറക്കണേ? ഞാൻ ചേച്ചിയുടെ അപ്പുവല്ലേ, എന്നോട് പറയ്, എന്താ വിഷമം? പെട്ടെന്നുള്ള അപ്പുവിന്റെ സ്പർശനം അവളെ ഞെട്ടിച്ചെങ്കിലും തന്റെ ചെവിയൊരു മുഖം ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് പറയുന്ന വാക്കുകൾ അവളെ അമ്പരിപ്പിച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൾ വേഗം അതിന് മനഃപൂർവ്വം മറിച്ച് എഴുന്നേറ്റ് അവളെ നോക്കി. എന്താ അപ്പു പറയണേ? ഞാൻ എന്ത് മറിക്കാനാ നിന്നോട്? നീ ഞാൻ വാങ്ങിയ ഡ്രസ്സ് കണ്ടില്ലല്ലോ. വിഷയത്തിൽ നിന്ന് തെന്നിമാറും വിധം മുഖത്ത് ചിരി ഫിറ്റ് ചെയ്ത് വൈഷു അത് പറഞ്ഞ് ബെഡിൽ നിന്നിറങ്ങി ടേബിളിലുള്ള ബാഗിൽ നിന്ന് ഒരു കവർ പുറത്തേക്കെടുത്ത് അപ്പുവിന് നേർക്ക് നീട്ടിയതും അവൾ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എടുത്തു നോക്ക്. അമ്പരന്നുള്ള അവളുടെ നിപ്പ് കണ്ട് വൈഷു അത് പറഞ്ഞതും അപ്പു അത് തുറന്നു നോക്കിയത് ഭംഗിയേറിയ ചുവന്ന ജോർജറ്റിന്റെ ഒരു ടോപ്പായിരുന്നു. പിറന്നാളിന് ചേച്ചിയുടെ വക ചെറിയൊരു സമ്മാനം. ഇഷ്ടായോ നിനക്ക്? വൈഷു അത് ചോദിച്ചതും നിറകണ്ണുകളായിരുന്നു അവൾക്കുള്ള മറുപടി. അപ്പു നിറകണ്ണുകളാലെ വൈഷുവിനെ മുറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. താങ്ക് യു ചേച്ചി. വൈഷു തിരിച്ചവളെ ചേർത്ത് പിടിച്ചതും അപ്പോൾ ഒരു ചിന്തയോടെ അവളിൽ നിന്ന് വിട്ടുമാറി അവളെ ഉറ്റുനോക്കി. ചേച്ചിക്ക് എവിടുന്നാ ഇപ്പൊ പണം കിട്ടിയേ? കടയിൽ പോകാൻ തുടങ്ങി ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് ചോദിച്ചതും വൈഷു ഒന്ന് പതറി. അത് മോളെ, ഇന്ന് അവിടെ എല്ലാ സ്റ്റാഫിനും ചെറിയൊരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ സാറിന്റെ വക ചെറിയൊരു ചെലവ്. അപ്പൊ വാങ്ങിയതാ. വായിൽ തോന്നിയ കള്ളം അതുപോലെ അപ്പോൾ നിന്ന് മുഖം തിരിച്ച് വൈഷു പറഞ്ഞൊപ്പിച്ചതും അപ്പോൾ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്ന് വൈഷുവിനെ പിടിച്ചു തിരിച്ചു. കള്ളം, പച്ചക്കള്ളം. വന്നപ്പോ തൊട്ട് ഞാൻ ചേച്ചി ശ്രദ്ധിക്കുക. ചേച്ചി എന്തോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നു. അത് ചേച്ചിയുടെ കണ്ണ് കണ്ടാൽ എനിക്ക് മനസ്സിലാകും. സത്യം പറ ചേച്ചി, ഇതെങ്ങനെ വാങ്ങി? വൈഷുവിന്റെ കണ്ണിലെ കുറ്റുനോക്കി ഉറച്ചതായിരുന്നു അവളുടെ സ്വരം. ഒരു നിമിഷം പകച്ചുപോയ വൈഷുവിന് അവളുടെ നോട്ടത്തിൽ പിടിച്ചു നിൽക്കാനായില്ല. അവൾ അപ്പുവിനെ മുറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. തോളിൽ നനവ് പടർന്നതറിഞ്ഞ് അപ്പു അവളെ പിടിച്ചു മാറ്റിയതും വൈഷു അവളുടെ കണ്ണിലേക്ക് നോക്കി. നീ അമ്മയോട് പറയരുത്, അമ്മയ്ക്ക് സങ്കടമാകും. എന്റെ ജോലി പോയി മോളെ, ഇനി അങ്ങോട്ട് പോവേണ്ടതില്ല. അത് കേട്ടതും അപ്പു ഞെട്ടലോടെ പകച്ച് അവളെ നോക്കി. എന്താ ചേച്ചി പറയുന്നേ? അതിനിപ്പോ എന്താ സംഭവിച്ചേ?
ആശങ്കയുടെ അപ്പോൾ അത് ചോദിച്ചതും അവൾ ഇന്നുണ്ടായ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു, ഒന്നൊഴിച്ച്. MD അന്ന് പ്രശ്നമുണ്ടാക്കിയവനാണെന്ന കാര്യം മാത്രം അവൾ പറഞ്ഞില്ല. എന്തോ അത് അവൾക്ക് പറയാൻ തോന്നിയില്ല. ചേച്ചി ഇനി എന്ത് ചെയ്യും? എല്ലാം കേട്ട അപ്പു അവളെ നിസ്സഹായതയോടെ നോക്കി പറഞ്ഞതും വൈശു അവളെ നോക്കി പിന്നെ മുന്നോട്ട് നോക്കി. അറിയില്ല അപ്പു, മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാ ഞാൻ. നീ അമ്മയോട് ഇതൊന്നും ഇപ്പൊ പറയണ്ട, സാവകാശം ഞാൻ പറഞ്ഞോളാമല്ല. വൈശു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും അപ്പു വാതിക്കലിലേക്ക് ഇമ്മ ചിമ്മാതെ നോക്കുന്നത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കിയതും എല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന അമ്മയാണ് കണ്ടത്. അമ്മ എല്ലാം കേട്ടെന്ന് ആ കണ്ണുകൾ വിളിച്ചോദിച്ചതും വൈശു ഒരു തരിപ്പോടെ അമ്മയെ നോക്കി നിന്നതും അമ്മ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ പിടിച്ചു. ഇതായിരുന്നല്ലേ എന്റെ മോളുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞത്? അമ്മയ്ക്ക് വിഷമാകുമെന്ന് കരുതി നീ പറയതിരുന്നാൽ അമ്മ അറിയില്ലെന്ന് കരുതിയോ എന്റെ മോളെ? ഒരു ജോലിയല്ലേ, അത് പോട്ടെ, അതെന്റെ കുട്ടിക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി. അതിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നേ? വാത്സല്യത്തോടെ അമ്മ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് പറഞ്ഞതും നിറ കണ്ണാലെ അവരെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പിന്നല്ലാതെ ഒരു ജോലിയല്ലേ, അതില്ലെങ്കിൽ ഇപ്പൊ എന്താ? അതിനേക്കാൾ നല്ല ജോലി എന്റെ ചേച്ചി തേടി വരും. വിഷയത്തിൽ നിന്ന് വഴുതി മാറാൻ എന്നോണം അപ്പു അത് പറഞ്ഞ് വൈശുവിന്റെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചതും അമ്മ അവളുടെ ചെവി പിടിച്ച് പൊന്നാക്കി. നിന്നെ കാണാതെ തിരിഞ്ഞു വന്നതാ ഞാൻ. നിന്നോട് ഞാൻ പാത്രം കഴുകി വെക്കാൻ പറഞ്ഞതല്ലേടി? ഇല്ലേന്ന്. അമ്മ അതാകെ 3-4 7 പാത്രല്ലേ ഉള്ളൂ, അത് അമ്മ അങ്ങ് കഴുകി വെച്ചാൽ എന്താ? ചെവിന്ന് വിടമ്മേ, വേദനിക്കുന്നു. ഇല്ലെങ്കിൽ നോക്കിക്കോ, ഇനി ഒരു ജോലിക്ക് ഞാൻ അമ്മ സഹായിക്കില്ല. ചെവിയിലുള്ള അമ്മയുടെ കയ്യിൽ പിടിച്ച് ഞെരിപിരി കൊണ്ട് അപ്പു പറഞ്ഞു. പറയുന്നത് അനുസരിക്കുകയില്ല, എന്നിട്ട് തർക്കുത്തരവും. നിന്നെ ഇന്ന്. അപ്പുവിന്റെ നേർക്ക് തിരിഞ്ഞതും അവൾ വൈശുവിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊള്ളാതിരിക്കാൻ ഓടിക്കളിക്കുന്നത് കണ്ട് അവരുടെ കളി കണ്ട് വൈശുവിന്റെ ഉള്ളിലെ വിഷമം മുഴുവൻ മറന്ന് ചിരിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ കടന്നുപോയി. പതിവില്ലാത്ത ഒരു മാറ്റമെന്ന് പറയാൻ അവൾ വീണ്ടും ഡാൻസ് ക്ലാസ് തുടങ്ങിയെന്ന് മാത്രമാണ്. പറയാൻ മറന്നു, വൈശു നല്ലൊരു നർത്തകി കൂടിയാണ് കേട്ടോ. കോളേജിൽ പഠിക്കുമ്പോൾ അവൾ കലാതിലകം ഫസ്റ്റ് ആയിരുന്നു. പിന്നിപ്പോ അതൊക്കെ വിട്ടുപോയി. എങ്കിലും ഒഴിവ് സമയങ്ങളിൽ അടുത്തുള്ള കുട്ടികൾക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചായി അതൊക്കെ നിന്നിട്ട്. അതിനുള്ള സമയമില്ലായിരുന്നല്ലോ. ഇപ്പൊ വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഹൈവേ റോഡിലൂടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചീറിപ്പാഞ്ഞു പോകുകയാണ് അലക്സിന്റെ ജിപ്സി. യു കർത്താവേ, ഞാനിതാ വരുന്നേ. എടാ മഹാഭാവി, പതിയെ പോടാ. സൈഡ് സീറ്റ് മുകളിലുള്ള കമ്പിൽ പിടിമുറുക്കി പേടിച്ച് കർത്താവിനെ വിളിക്കുകയാണ് ജെറി. അതൊന്ന് ചെവിക്കൊള്ളാതെ കണ്ണ് തീ പാറിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് അലക്സ് തൊട്ടു മുന്നിലുള്ള കാറിനെ വെട്ടിച്ചുകൊണ്ടിരുന്നു. തൊട്ടു മുന്നിലുള്ള കാറിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് ആ 4 അംഗ സംഘം കയ്യിലുള്ള ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ആർപ്പ് വിളിച്ചും ശബ്ദമുണ്ടാക്കുന്നുമുണ്ട്. നിയന്ത്രണം തെറ്റി അലക്സിന്റെ കാൽ ആക്സിലറേറ്ററിൽ അമർന്നതും ഇരുവണ്ടിയും സമാസമ നേർക്കുനേർ വന്നു നിൽക്കെ കണ്ണുകൾ മുറുക്കിയടിച്ച് എന്തൊക്കെയോ ചെല്ലുന്ന ജെറിയുടെ കയ്യിലുള്ള ബിയർ ബോട്ടിൽ വാങ്ങി അലക്സ് ഒന്നുയർന്ന് വീശിയെറിഞ്ഞതും അത് നേർക്കുനേരെ ചീറിപ്പായുന്ന ആ 4 അംഗ സംഘത്തിന്റെ കാറിന്റെ മുന്നിലെ ചില്ലിലായി വീണതും നിമിഷ നേരം കൊണ്ട് അവ പൊട്ടിച്ചിതറി. കാറിന്റെ മുന്നിലുള്ളവരിലേക്ക് തെറിച്ചു വീണതും നിയന്ത്രണം തെറ്റിയവർ ബാലൻസ് കിട്ടാതെ കാർ അടുത്തുള്ള മരത്തിലേക്ക് ചെന്നിടിച്ചു നിന്നതും ഒരുമിച്ചായിരുന്നു. അതേസമയം അലക്സ് ഒരു ഇരമ്പലോടെ ജിപ്സി ബ്രേക്ക് ചെയ്തതും മുന്നിലേക്കൊന്ന് തെറിച്ച് ജെറി പെട്ടെന്ന് ബാലൻസ് ചെയ്ത് കണ്ണുകൾ വെട്ടി തുറന്നതും ജിപ്സിയിൽ നിന്ന് ചാടിയിറങ്ങുന്ന അലക്സിനെ കണ്ടവൻ പേടിയോടെ, ഡാനി വേണ്ടടാ, കൊല്ലണ്ട, കർത്താവേ കാത്തോടെ. ജെറി അവനെ നോക്കി വിളിച്ചു പറഞ്ഞതിനോടൊപ്പം തന്നെ ഇനി അവിടെ നടക്കുന്നതൊന്നും കാണാൻ ത്രാണിയില്ലാത്ത പോലെ കർത്താവിനെ വിളിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. അവന്റെ വരവ് കണ്ടതും കാറിന്റെ പിൻസീറ്റിലുള്ളവർ പേടിയോടെ ഡോർ തുറന്നിറങ്ങി ഓടി. മുന്നിലുള്ളവൻ ഓടാൻ തിരിഞ്ഞതും അലക്സ് മിന്നൽ വേഗത്തിൽ മുന്നിലെത്തി അവനെ തടഞ്ഞു. ശക്തമായൊരു പ്രഹരത്തിൽ അവൻ ബോണറ്റിലേക്ക് തെറിച്ചു വീണു. എഴുന്നേക്കാൻ ശ്രമിച്ച അവനെ അലക്സ് വീണ്ടും തടഞ്ഞു നിർത്തി. ശക്തമായ ആക്രമണത്തിൽ അവൻ നിലത്തേക്ക് വീണുപോയി. അലക്സിന്റെ ദേഷ്യം കണ്ട് ബാക്കിയുള്ളവർ ഭയന്ന് അവിടെ നിന്ന് ഓടി മാറി. ഇതെല്ലാം കണ്ട് അനങ്ങാൻ പോലും ആകാതെ പേടിച്ചു വിറച്ചിരുന്ന കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഒരുത്തൻ എവിടെയോ കിട്ടിയ ധൈര്യത്തിൽ ഇറങ്ങി ഓടാൻ ശ്രമിക്കവേ അത് കണ്ട അലക്സ് നിലത്തിരുന്ന ചില്ല് ബോട്ടിലെടുത്ത് അവന് നേരെ ശക്തമായി എറിഞ്ഞു. അത് അവന്റെ പിന്നിലായി പതിഞ്ഞതും അവൻ നിയന്ത്രണം വിട്ട് നിലത്തേക്ക് വീണു. അലക്സിന്റെ ആ ഭാവം കണ്ട് ബാക്കിയുള്ളവർ ഭയന്ന് അവിടെ തന്നെ നിശ്ചലമായി നിന്നു. അലക്സ് നിലത്ത് കിടക്കുന്നവനെ പിടിച്ച് ബോണറ്റിലേക്ക് തള്ളി നിർത്തി മുഷ്ടി ചുരുട്ടി കൈ ഉയർത്തിയതും അവൻ പേടിയോടെ വേണ്ടെന്ന മട്ടി തടയാൻ ശ്രമിച്ചു. അത് കണ്ട അലക്സ് കൈ താഴ്ത്തി ബോണറ്റിലേക്ക് കാലുറപ്പിച്ചു വെച്ച് അവന്റെ മുഖത്തോട് ചേർന്ന് ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി ശക്തമായ മുന്നറിയിപ്പ് നൽകി. മേലിൽ നിന്റെ പീറ പിള്ളേരുടെ നിഴൽ പോലും എന്റെ നേർക്ക് വന്ന ഇപ്പൊ കണ്ടതുപോലെ വിട്ടുകളയില്ല. ആരായാലും ശരി എന്റെ മുന്നിൽ വന്നാൽ തകർത്ത് കളയും. ഒരുത്തനും പിന്നെ അലക്സിന്റെ വഴി നിൽക്കാൻ ധൈര്യപ്പെടരുത്, കേട്ടോട നായേ.
അത്രയും ദൃഢമായ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞവൻ ചുവന്ന കണ്ണുകളോട് അവനെ നോക്കി. അവസാന മുന്നറിയിപ്പ് എന്നോണം ചൂണ്ടിയ വിരൽ മടക്കി അവനെ ശക്തമായി നേരിട്ടതും അവൻ ബോണറ്റിൽ നിന്ന് താഴേക്ക് പതിച്ചിരുന്നു. അലക്സ് അവനിൽ നിന്ന് മാറി തിരിഞ്ഞ് കുരിശുമാല ഒന്ന് കറക്കി എങ്ങോട്ടോ നോക്കി ജിപ്സിയിലേക്ക് കയറി. ജെറി അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ച് എന്തോ കാര്യമായി പ്രാർത്ഥിക്കുകയായിരുന്നു. അലക്സ് അവനെ ഒന്ന് നോക്കി ജിപ്സി എടുത്ത് പറപ്പിച്ചു വിട്ടു. കുരിശിങ്കൽ തറവാട്ടിലേക്ക് അവന്റെ ജിപ്സി വന്ന് ശബ്ദത്തോടെ നിന്നതും അതുവരെ കണ്ണടച്ചിരുന്ന ജെറി ഞെട്ടലോടെ കണ്ണു തുറന്നതും മുന്നിലെ വീട് കണ്ടവൻ കർത്താവിനെ സ്തുതി പറഞ്ഞ് ശ്വാസം വിട്ടവൻ ഡോർ തുറന്നിറങ്ങാൻ നിന്നതും നിക്ക്. ജെറി തിരിഞ്ഞു നോക്കിയത് ചുവടിങ്ങം പൊട്ടിച്ച് വായിലാക്കി അലക്സ് അവനെ നോക്കി. തുള്ളി പോകുന്നതൊക്കെ കൊള്ളാം, കേറി ചെല്ലുമ്പോ അന്നമ്മ വല്ലതും ചോദിക്കും. നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, എന്നതേലും വെച്ച് വിളമ്പിയെന്ന് ഞാൻ അറിഞ്ഞ. അലക്സ് അത്രയും പറഞ്ഞ് അവൻ ഉറ്റുനോക്കിക്കൊണ്ട് ഡോർ തുറന്ന് കാലുകൊണ്ട് അടച്ചു പോയതും കിളി പോയ മട്ടിൽ നിന്ന ജെറി അപ്പ തന്നെ അവന്റെ പിന്നാലെ ഓടി. അകത്തേക്ക് കയറിയതും അവരെ കാത്ത് അവിടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ദ ഫാദർ ഓഫ് അലക്സ് ആൻഡ് ഫിലിക്സ്, ജോസഫ് കുരിശികൾ മേലെടുത്ത്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞ രണ്ട് സന്തതികളുടെ പുന്നാര അപ്പൻ. ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം ഹാളിലെ സോഫയിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. തൊട്ടപ്പുറത്ത് അന്നമ്മയുമുണ്ട്. ജാക്കറ്റ് അഴിച്ച് ഹാളിലേക്ക് കയറിയ അലക്സ് അവരെ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പുകൾ ഓടിക്കേറവേ ഡാനി, ദൃഢമായ ഉറച്ച സ്വരം അലക്സിന്റെ കാതുകളാൽ പതിഞ്ഞതും സ്റ്റെയറിലേക്ക് വെച്ച കാൽ പിന്നിലേക്ക് എടുത്തവൻ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ഡാഡിയെ കണ്ട് അവനൊന്നും ഞെട്ടാതിരുന്നില്ല. ഇതേ സമയം അകത്തേക്ക് കയറിയ ജെറി ജോസഫ് അങ്കിളിനെ കണ്ട് വന്ന വഴിയെ തിരിഞ്ഞോടാൻ നിന്നതും ജെറി മോനെ ഓടരുത് അന്നമ്മ പറഞ്ഞതും ഓടാൻ തിരിഞ്ഞ അവൻ റിട്ടേൺ എടുത്ത് ഒന്ന് ഇളിച്ചു. ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന അങ്കിളിനെ ഒന്ന് നോക്കി. അങ്കിൾ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 വയസ്സായി. രണ്ടാളും ഒന്നിങ്ങോട്ട് അടുത്ത് വന്നേ. ജോസഫ് അലക്സിനെ നോക്കി പറഞ്ഞതും അവൻ അന്നമ്മയെ നോക്കി. അവിടെ അവനെ നോക്കി ദഹിപ്പിക്കുന്നത് കണ്ടതും കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായ അവൻ ക്ലോക്കിലേക്ക് നോക്കി. 10 മണി ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതല്ല. അലക്സ് അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നതും ജെറി വേഗം അവന്റെ പിന്നിലായി നിന്നു. ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. രാഗേന്ദ്രൻ വിളിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ നടന്നേ? അവൻ പറഞ്ഞതൊക്കെ ഉള്ളതാണോ? അലക്സിന്റെ അടുത്തേക്ക് നീങ്ങി അവനെ ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. എന്നാ കേട്ടതെന്ന് പറ, എന്നാലല്ലേ അറിയൂ. ഒട്ടും കൂസാതെ മറ്റങ്ങോട്ട് നോട്ടം തെറ്റിച്ച് ചുവടങ്ങ ചവച്ചുകൊണ്ടുള്ള അവന്റെ മറുപടി കേട്ടതും അയാളെ അത് നന്നെ ചൊടിപ്പിച്ചതും ദേഷ്യത്തോടെ അയാൾ അവനെ തുറച്ചു നോക്കി. അലക്സേ, നിന്റെ അപ്പനാ ഞാൻ. എന്റെ അടുത്ത് നീ അഭിനയിക്കല്ലേ? ഇന്നെന്താ സംഭവിച്ചതെന്ന് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ ഞാൻ ചോദിക്കുന്നേ. ചെറിയൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് ആ കൊച്ചിനെ പറഞ്ഞയക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞേ? അയാൾ ചോദിച്ചതും അലക്സ് ജോസഫിനെ നോക്കി. ചെറിയ തെറ്റോ? അവള് കാരണം ഇന്ന് 12 ലക്ഷം നഷ്ടം. പിന്നെ ഞാൻ എന്നാ ചെയ്യണം അവളെ? 12 ലക്ഷം എപ്പോഴാണ് നമുക്കൊക്കെ അതൊരു കണക്കായി മാറിയത്? ഈ വീട്ടിൽ എപ്പോഴാ പണത്തിന് ഇത്രയ്ക്ക് ക്ഷാമം വന്നു തുടങ്ങിയേ? പറയടാ. ആ കുട്ടിയെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല. വന്ന് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നെന്ന് കരുതി അതിന് വാണിംഗ് ചെയ്യേണ്ടതിന് പകരം ആ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീ ആരടാ? ഹിറ്റ്ലറോ? എന്തായാലും വേണ്ടിയില്ല. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ആ കൊച്ചിനെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ പോയി ആ കൊച്ചിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. അതും നാളെ തന്നെ. നടക്കില്ല ഡാൻ. ഉരുളക്കുപ്പേര് പോലെ രണ്ടാള് നേർക്കുനേരെ നിന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ഒടുക്കം ഉറച്ച ശബ്ദത്തോടെ അലക്സ് അത് പറഞ്ഞതും അദ്ദേഹം അവനെ ഉറ്റുനോക്കി. അവളെ ഇനി വേണ്ട. ഞാൻ അവളെ പറഞ്ഞയച്ചത് ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ അതിന്റെ പേരിൽ അലക്സ് ഒരു മറ്റവളുടെ മുന്നിൽ താണു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റേവളോ? ഇങ്ങനാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത്? ആണോടാ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും. അന്നമ്മ കലിപ്പിൽ അവന്റെ കയ്യിൽ പിടിച്ച് അവർക്ക് നേരെ തിരിച്ചു നിർത്തി അവനെ നോക്കി പറഞ്ഞതും അവനുണ്ടോ വല്ല കൂസലും. ചെക്കനുണ്ടോ മറ്റെങ്ങോട്ടോ നോക്കി നിന്നതും ജോസഫ് അന്നമ്മയെ പിടിച്ചു മാറ്റാൻ നോക്കിയതും അന്നമ്മ അയാളെ നോക്കി. ഇല്ലിച്ചായ, ഇവന്റെ പോക്ക് ഇങ്ങനെ വിട്ട ശരിയാവത്തില്ല. നമ്മളൊന്നും അറിയത്തില്ലെന്ന് കരുതിയിരിക്കുവല്ലേ അവൻ. എല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൻ കൂടി അറിയട്ടെ. എന്നാടാ നോക്കുന്നേ? ഇന്നലെ മേരി പറഞ്ഞ് ഞാൻ കോളേജിൽ വിശേഷം പറഞ്ഞു. പുന്നാര മക്കൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോ തൊലി ഒരിഞ്ഞു പോയി. ഏതവളെയാടാ നീ റൂമിലിട്ട് പൂട്ടിയെ? പറയടാ. അന്നമ്മ കലിപ്പിൽ അവന്റെ നേർക്ക് ചീറിയതും അലക്സിന്റെ ദേഷ്യം പെരുവിരല് തരിച്ചു കയറി. അവൻ വെട്ടിത്തിരിഞ്ഞ് ജെറിയെ നോക്കിയതും ലവൻ അളിയ ഞാനല്ല എന്ന ആക്ഷനിട്ട് നിൽക്കവേ അന്നമ്മ അലക്സിന്റെ മുഖം പിടിച്ച് തന്റെ നേർക്ക് തിരിച്ചു. ചോദിക്കുമ്പോ നീ എന്തിനാടാ അവന്റെ മുഖത്തേക്ക് നോക്കുന്നേ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ഏത് കൊച്ചിന്റെ ജീവിതമാ നീ തകർത്തേന്ന്. അത് കേൾക്കെ അലക്സിന്റെ ദേഷ്യം ഉച്ചിയിലെത്തിയതും അവൻ കയ്യിൽ കിട്ടിയ ഫ്ലവേഴ്സ് എടുത്ത് നിലത്തേക്ക് വീശിയെറിഞ്ഞതും അവ 4 ഭാഗത്തായി ചിന്നിച്ചിതറി. അലക്സേ, ഞാൻ ഒരുത്തിയുടെ ജീവിതം തകർത്തിട്ടില്ല. അലക്സ് അത്രയ്ക്ക് നെറുകെട്ടവനല്ല. പിന്നെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നെങ്കിൽ അത് വേണ്ട. ചെയ്തതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്.
എന്ത് കാരണമാടാ ഒരു കൊച്ചിനെ അത്ര ആൾക്കാരുടെ മുന്നിലിട്ട് നാണം കെടുത്താൽ മാത്രം എന്ത് കാരണമാ നിനക്ക്? പറയടാ. അത് അന്നമ്മയോട് പറയാൻ ഒക്കത്തില്ല. നീ പറയണ്ട. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. നീ ഏത് കൊച്ചിനെയാണോ അത്രയും പേരുടെ മുന്നിൽ നാണം കെടുത്തിയത്? ആ കുട്ടിയുടെ വീട്ടിൽ പോയി കണ്ട് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ എന്റെ പൊന്നുമോ നാളെ ഈ പടി ചവിട്ടി പോയേക്കരുത്. പറയുന്നത് നിന്റെ അമ്മച്ചിയാ. ഞാൻ പറയുന്നത് ചെയ്തിട്ടല്ലാതെ നീ എന്റെ കൺമുന്നിൽ കണ്ടുപോയേക്കരുത്. അത്രയും പറഞ്ഞ് അന്നമ്മ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയതും അതിന് പിന്നാലെ അലക്സിനെ തുറച്ചു നോക്കി ജോസഫും അവിടെ വിട്ടുപോയതും അന്നമ്മ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം ഞെട്ടലോടെ നിന്ന അവനിൽ അതിവേഗം ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു വന്നു. പിന്നിൽ നിന്ന് മെല്ലെ മുങ്ങാൻ നോക്കിയ ജെറിയെ അലക്സ് പിന്നിലൂടെ കൈയിട്ട് വലിച്ച് കൈ അവന്റെ കഴുത്തിലായി പിടി വീണിരുന്നു. അയ്യോ അമ്മച്ചാണ്, ഞാനല്ലടാ പറഞ്ഞേ, മുറുക്കി കൊല്ലാതടാ. പിന്നെ എങ്ങനെ അവരറിഞ്ഞു? ആ പ്രിൻസിപ്പലിന്റെ കെട്ടിയോളല്ലേ മേരി, അവര് പറഞ്ഞ് അറിഞ്ഞു കാണും. അയ്യോ വേദനിക്കുന്നടാ പന്നി, വിടടാ എന്നെ. സ്പോട്ടിൽ അലക്സിന്റെ കൈ അയഞ്ഞതും ജെറി കിട്ടിയ ചാൻസിൽ സ്റ്റെപ്പുകൾ ഓടിക്കേറി തിരിഞ്ഞു നോക്കി. ഡാ, മര്യാദയ്ക്ക് നീ പോയി ആ കൊച്ചിന്റെ കാല് പിടിച്ച് സോറി പറയുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ഇന്ന് പൊന്നുമോ റോഡി വെച്ചുണ്ടാക്കിയ അടിപൂരം മൊത്തം ഞാൻ അവർക്ക് അലാറം വെച്ച് എഴുന്നേപ്പിച്ച് വിളമ്പി കൊടുക്കും. എല്ലാം കണ്ടതാടാ നാറി. ഡാ. അലക്സ് അലർക്കോട് അവന്റെ പിന്നാലെ ഓടിയതും ജെറി കാറ്റു പോണ കണക്ക് ഓടി അവന്റെ എത്തേണ്ട അടുത്ത് എത്തിയിരുന്നു. അടി വാങ്ങാൻ ജെറിയുടെ ജീവിതം പിന്നെയും ബാക്കി. പിറ്റേ ദിവസം ക്യാബിൽ ചെയറിലിരുന്ന് മമ്മ പറയുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അലക്സ്. ഒരു വേള ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നി അവന്. അത്രയും പേരുടെ മുന്നിൽ നാണം കെട്ടി നിന്ന അവളുടെ മുഖം മനസ്സിലേക്ക് വന്നതും മുഖം ഒന്ന് കുടഞ്ഞ് നേരെ ഇരുന്ന ടേബിളിലുള്ള സിഗരറ്റ് എടുത്ത് തുറന്ന് അതിൽ നിന്നൊരെണ്ണം പുകച്ചതും മാനേജർ ഡോർ തുറന്നു വന്നു. സർ, ചെന്നൈയിൽ നിന്ന് നാളെ മെറ്റീരിയൽസിന് ഓർഡർ ചെയ്ത ടീം വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്ന് പറയുന്നു. യാ, ഐ വിൽ കം. അലക്സ് അയാളെ നോക്കി കയ്യിലുള്ള സിഗരറ്റ് കുറ്റി ടേബിളിലുള്ള ചില്ല് ബോട്ടിലേക്ക് കുത്തി മറുപടി കൊടുത്തതനുസരിച്ച് അയാൾ പോകാൻ നിന്നതും പെട്ടെന്നെന്തോ ഓർമ്മ വന്ന പോലെ അലക്സ് അയാളെ നോക്കി വിളിച്ചു. രാഘവേട്ടാ. പെട്ടെന്ന് അലക്സ് വിളിച്ചതും അയാളൊന്ന് അമ്പരന്ന് തിരിഞ്ഞു നോക്കി. എന്താ സാർ? ഇന്നലെ ഇവിടുന്ന് പറഞ്ഞയച്ച കുട്ടിയുടെ ബയോഡേറ്റ അടങ്ങുന്ന ഡീറ്റെയിൽസ് എനിക്കിപ്പോ കിട്ടണം, ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സാർ. മാനേജർ തലകുലുക്ക് സമ്മതിച്ച് അവിടുന്ന് പോയതും അലക്സ് എഴുന്നേറ്റ് ഗ്ലാസ് ഡോറിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എങ്ങോട്ടെന്നില്ലാതെ കണ്ണിനെ പായിച്ചു വിട്ടു. ഉള്ളിൽ എവിടെയോ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തെളിഞ്ഞു വന്നതും അതിന്റെ അടുത്ത സെക്കൻഡിൽ തന്നെ അവന്റെ കവിളിൽ കിട്ടിയത് മികവോടെ തെളിഞ്ഞു വന്നതും അലക്സിന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. അവൻ കൈമുഷ്ടി ചുരുട്ടി ഗ്ലാസ്സിലായി ഇടിച്ചതും മാനേജർ വന്ന് അവന്റെ നേർക്ക് ഒരു ഫയൽ നീട്ടി. അവനത് വാങ്ങി തുറന്നു നോക്കിയതും ഡീറ്റെയിൽസിലൂടെ കണ്ണോടിച്ചവൻ തൊട്ടടുത്ത ഫോട്ടോയിലേക്ക് കണ്ണുകൾ ഓടിയെത്തിയതും ഒരു നിമിഷം പകച്ചു നിന്നു. അവന്റെ ചൊടിയിൽ ഒരു വശ്യ ചിരി വിരിഞ്ഞു നിന്നു. അതേ ചിരിയോടെ അവൻ നാവിനാൽ ആ പേരുരുവിട്ടു. വൈഷ്ണവി വിശ്വനാഥ്. അപ്പോ നല്ല മഴക്കോളുണ്ട്, ഓടിപ്പോയി മുറ്റത്തുള്ള തുണിയെടുത്തേ. അടുക്കളയിൽ വിളിച്ച് പറയുകയാണ് വൈഷ്ണന്റെ അമ്മ. ഓ, അമ്മയ്ക്ക് അങ്ങ് എടുത്താൽ എന്താ, ഞാൻ ഇവിടെ TV കാണുവല്ലേ. TV കണ്ടോണ്ടിരിക്കെ അപ്പം മടിയോടെ TVയിലേക്ക് നോക്കി ഉച്ചത്തിൽ മറുപടി കൊടുത്തതും അമ്മയുടെ ശബ്ദം അടുക്കളയിൽ മുഴുങ്ങിയിരുന്നു. അപ്പോ മര്യാദയ്ക്ക് പോയെടുത്തോ, നല്ലോണം ഉണങ്ങിയ തുണിയാ, അതെങ്ങാനും നനഞ്ഞ നല്ലത് കിട്ടും നിനക്ക്. വയസ്സ് എത്രയെന്ന് ഞാൻ നോക്കില്ല, അമ്മ അടുക്കളയിൽ വിളിച്ച് പറഞ്ഞത്. ഓ, ഈ അമ്മ എന്നും പറഞ്ഞ അനിഷ്ടത്തോടെ അവൾ റിമോട്ട് കസേരയിലേക്ക് ഇട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. മഴ മൂടിക്കെട്ടി വരുന്നതേ ഉള്ളൂ. അപ്പു വേഗം ചെരുപ്പെടുത്തിട്ട് മുറ്റത്തേക്കോടി അയയിലുള്ള തുണി ഓരോന്ന് പറക്കിയെടുത്ത് അകത്തേക്കോടവേ മുറ്റത്തൊരു കാർ വരുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞതും മുറ്റത്ത് വന്ന് നിർത്തിയ ഓടിക്കാർ കണ്ട് അവൾ അന്തം വിട്ട് നോക്കി നിന്നു. അതിൽ നിന്ന് നമ്മുടെ ഇച്ചായ സ്റ്റൈലിഷ് ലുക്കിൽ സ്പെക്സ് വെച്ചിറങ്ങിയതും അപ്പോ ഒരു നിമിഷം കണ്ണുമിഴിച്ച് നിന്നു. അപ്പ തന്നെ ദേഷ്യം ഇരച്ചു കയറി വന്നതും കയ്യിലുള്ള തുണി നിലത്തേക്കിട്ട് അവൾ അലക്സിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഇതേ സമയം അലക്സ് ചുറ്റുമൊന്ന് നോക്കി ആ ഗ്രാമത്തിന്റെ ഭംഗി കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുകയായിരുന്നു. ഡോ. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞതും മുന്നിൽ ഭദ്രകാളിയുടെ മട്ടിൽ നിൽക്കുന്നവളെ കണ്ട് അലക്സ് ഒന്ന് നെറ്റി ചുളിച്ചു. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അന്ന് ചേച്ചിയോട് ചെയ്തതൊന്ന് പോരെ തനിക്ക്? ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നമ്മട്ട് ചിന്തിച്ച അലക്സിനെ അവളുടെ വളവളാന്ന വർത്തമാനത്തിൽ തന്നെ ആളെ പിടികിട്ടിയതും സംശയം മാറി അവളെ ഉറ്റുനോക്കി. ആരപ്പു വന്നേ? പെട്ടെന്ന് അകത്തുനിന്ന് അതും ചോദിച്ചുകൊണ്ട് അമ്മ വന്നതും അപ്പു കലുതുള്ളി അവനെയും അമ്മയെയും നോക്കി. അമ്മ, ഇയാൾ അന്ന് കോളേജിൽ, ഇത് വൈഷ്ണവിയുടെ വീടല്ലേ? അപ്പു പറയുന്നതിനിടയ്ക്ക് കയറി അലക്സ് അമ്മയെ നോക്കി ചോദിച്ചതും അമ്മ അപ്പു പറയുന്നത് ശ്രദ്ധിക്കാതെ അവനെ സംശയത്തോടെ നോക്കി. അതെ, മോൻ എവിടുന്നാ? മനസ്സിലായില്ലല്ലോ. ഞാൻ വൈഷ്ണവി ജോലി ചെയ്യുന്ന സ്ഥലത്തെ MD ആണ്. അവളില്ലേ ഇവിടെ? അത് കേട്ടതും അമ്മ ഞെട്ടി അമ്പരപ്പോടെ അവനെ നോക്കി. അയ്യോ, സാറാണോ? എന്താ മോനെ പുറത്ത് നിൽക്കുന്നേ? അകത്തേക്ക് വരൂ. എന്താ അപ്പു, ഒരാൾ വീട്ടിൽ വന്ന ഇങ്ങനാണോ നിന്നെ ഞാൻ പഠിപ്പിച്ചേ? ഈ തുണിയൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോടി. സാർ അകത്തേക്ക് വരൂ. അത്യധിക വിനയത്തോടെ അമ്മ അലക്സിനോടായി പറഞ്ഞതും
അപ്പോഴും MD-യോ ഇവനോ അതെപ്പോ എന്ന മട്ടിൽ കിളി പോയി അവനെ നോക്കി നിൽക്കുവാണ്. അമ്മ അകത്തേക്ക് പോയതിന് പിന്നാലെ അലക്സും അകത്തേക്ക് കയറി. അകത്ത് കയറിയ അമ്മ അവനെ നോക്കി. മോന്റെ പേരെന്താ? അമ്മ ചോദിച്ചതും അവൻ വീട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മയെ നോക്കി സൗമ്യമായി ചിരിച്ചു. അലക്സ് ഡാനിയൽ. അവൻ മറുപടി കൊടുത്തതും അമ്മ അവനരികിലെ കസേര നീക്കിയിട്ട് അതിലുള്ള പൊടി തട്ടിക്കളഞ്ഞ് അവനെ നോക്കി. മോനിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് പറഞ്ഞ് അമ്മ അവനെ നോക്കി പുഞ്ചിരിച്ച് അകത്തേക്ക് പോയതും അവൻ ചുറ്റിനും ഒന്ന് നോക്കി. ഒരു പഴയ കുഞ്ഞ് ഓടിട്ട വീടാണ് അപ്പുവിൻ്റേത്. പഴയതാണെങ്കിലും ചുറ്റിലും ഒരു ദൈവിക സാന്നിധ്യം ഉള്ളതുപോലെ തോന്നി അവന്. പലയിടത്തായി കൃഷ്ണന്റെ ഫോട്ടോ പതിഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ അതിശയത്തോടെ അവൻ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ആരും ഉറ്റുനോക്കുന്നത് പോലെ തോന്നി. കണ്ണ് തെറ്റി നോക്കിയതും മുന്നിൽ കൈകെട്ടി നിന്ന് അവനെ തന്നെ കണ്ണു കുറിപ്പി ചുറ്റു നോക്കുവാണ് നമ്മുടെ അപ്പു. അത് കണ്ടതും ഉള്ളിൽ ചെറിയൊരു ചിരി പൊട്ടി വന്നെങ്കിലും അവൻ അത് അടക്കി നിർത്തി അവളെ ഗൗരവത്തോടെ നോക്കി പുരികമുയർത്തി. എന്താടി പോടി എന്ന് പറഞ്ഞതും അവനെ നോക്കി പുച്ഛിച്ച് ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. അപ്പം തന്നെ അമ്മ എന്തോ ജ്യൂസുമായി അവൻ അരികിലേക്ക് വന്ന് നീട്ടിയതും അവൻ അത് എഴുന്നേറ്റ് അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അത് കുടിച്ചു. അല്പം കുടിച്ചവൻ അത് ടേബിളിലേക്ക് വെച്ചു. വൈഷ്ണവി സംശയത്തോടെ ചുറ്റിനു നോക്കി അമ്മയോടായി അവൻ ചോദിച്ചു. അവൾ ഇവിടെ ഇല്ല, കുറച്ചപ്പുറത്ത് ചെറിയൊരു വീടുണ്ട്, അവിടെ കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കാൻ പോകാറുണ്ട്, ഇപ്പൊ കഴിയാറുണ്ടായിരിക്കും. മോനിരിക്ക്, ഞാൻ അപ്പുവിനെ പറഞ്ഞു വിളിപ്പിക്കാം. അമ്മ അപ്പുവിനെ വിളിക്കാൻ നിൽക്കെ അലക്സ് അത് തടഞ്ഞു. ഹേയ് വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഇവിടുന്ന് ഒരുപാട് പോണോ? ഇവിടുന്ന് 2 അടി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കുഞ്ഞെ. കുഞ്ഞിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ മോൻ പോയിക്കോ, വഴി അപ്പു കാണിച്ചു തരും. അമ്മ പറഞ്ഞതനുസരിച്ച് ഒട്ടും ഇഷ്ടമില്ലാതെ ചവിട്ടിത്തുള്ളി അപ്പു വഴി കാണിക്കാനായി അവന്റെ കൂടെ പോണു. മുന്നിൽ പെറുപെറുത്തുകൊണ്ട് നടന്നവൾ. അലക്സിന് അത് മനസ്സിലായെങ്കിലും അവനൊന്നും ശ്രദ്ധിക്കാതെ അവൾ കാണിച്ചിടവഴിയിലൂടെ നടന്നു. ഒരു വഴിക്കെത്തിയതും അപ്പു ഒന്ന് നിന്നു. ദേ അതാ അവിടെയാ ചേച്ചി ക്ലാസ് എടുക്കുന്നേ. നീളത്തിലുള്ള ഒരു കുഞ്ഞു വീട്ടിലേക്ക് ചൂണ്ടി അവൾ അത് പറഞ്ഞതും അലക്സ് അവിടേക്ക് നോക്കി. ആൾതാമസമില്ലാത്ത ചെറിയൊരു ക്ലാസ് റൂമാണത്. പക്ഷേ കണ്ടാൽ വീട് പോലെ തോന്നും. വൈഷു നൃത്തം പഠിപ്പിക്കാൻ മാത്രമേ അങ്ങോട്ട് വരാറുള്ളൂ. അതും വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം. അലക്സ് അവിടെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു. ഒന്ന് നിന്നേ. പെട്ടെന്ന് അപ്പു വിളിച്ചതും അലക്സ് അവളെ തിരിഞ്ഞു നോക്കി. ക്ലാസ് എടുക്കുമ്പോൾ ആരും അങ്ങോട്ട് പോകുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രം ഞാൻ കൂടെ വരുന്നില്ല എന്ന് വെച്ച് എന്റെ ചേച്ചി വല്ലത് ചെയ്താലുണ്ടല്ലോ. അവൾ അവനെ ഉറ്റുനോക്കി വിരൽ ചൂണ്ടി പറഞ്ഞതും അലക്സ് അവളെയും ചൂണ്ടിയ വിരലിനെയും ഒന്ന് നോക്കി അവൾക്കടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നു. നിന്റെ ചേച്ചി ഞാനങ്ങ് സ്വന്തമാക്കാം, നീ എന്നെ എന്തോ ചെയ്യും എന്നവൻ തിരിച്ചു ചോദിച്ചതും കത്തുന്ന കണ്ണാലെ കലിപ്പിൽ അവൾ അവനെ നോക്കി നിന്നതും വീട്ടിൽ പൊടി കുരട്ടെ എന്ന് നൈസായി അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നതും അപ്പോൾ പല്ല് കടിച്ച് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി തിരിച്ച് വീട്ടിലേക്ക് ചവിട്ടിത്തുള്ളി പോയി. ഇതേ സമയം അവസാന ചുവടം വെച്ച് വൈഷു നേരെ നിന്നൊരു ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ട് മുന്നിൽ നിൽക്കുന്ന കുട്ടികളിലേക്ക് നോക്കി. ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ പഠിപ്പിക്കാം. ചിരിയോട് അവൾ പറഞ്ഞതും 20 കുട്ടികൾ ഒന്നടക്കം ശരി ചേച്ചി എന്ന് കുഞ്ഞുവായിൽ ശബ്ദമിട്ടതും അതോടൊപ്പം അവർ കലപില കൂട്ടി അവിടുന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് പോവാൻ തുടങ്ങി. 8 വയസ്സുള്ള 20 കുട്ടികളെയാണ് വൈഷു നൃത്തം പഠിപ്പിക്കുന്നത്. കുഞ്ഞുമായി വലിയ വർത്തമാനം പറഞ്ഞുള്ള അവരുടെ പോക്ക് കണ്ട് വൈഷു ഒന്ന് ചിരിച്ച് തിരിഞ്ഞു നിന്ന് കാലിലുള്ള ചിലങ്ക അഴിക്കവേ പെട്ടെന്ന് പിന്നിലുള്ള വാതിലടയുന്ന ശബ്ദം കേട്ട് ഞെട്ടി അവൾ തിരിഞ്ഞതും മുന്നിൽ ഡോറിൽ ഒരു കാൽ കുത്തിവെച്ച് ചുവണിങ്ങ ചവച്ച് തന്നെ കണ്ണിമ ചിമ്മാതെ ഉറ്റുനോക്കുന്നവരെ കണ്ടവൾ തരിച്ചു നിന്നു. കണ്ണ് തെള്ളിപ്പിടിച്ച് ഞെട്ടലോടെ അവനെ നോക്കവേ അവൻ അവളുടെ അടുത്തേക്ക് നടക്കുന്നതറിഞ്ഞതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അലക്സ് തെമ്മാടിയ താൻ തോന്നിയ, പക്ഷെ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവരെ വിടുന്ന ശീലവും എനിക്കില്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഞാൻ തൊടുന്നുണ്ടെങ്കിൽ അതിനെന്തേലും കാരണം കാണും.